നമുക്ക് മുരിങ്ങയില കൊണ്ടിട്ടൊരു ഒഴിച്ചുകറി ഉണ്ടാക്കാം. മുരിങ്ങയില തോരൻ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മോക്കാണെങ്കിൽ കഴിക്കാൻ ഭയങ്കര മടിയാണ്. പൊതുവേ ഇലക്കറികളോട് പിള്ളേർക്ക് ഒട്ടും താല്പര്യമില്ലല്ലോ. അപ്പൊ നമ്മൾ അവരെ എങ്ങനെ കഴിപ്പിക്കാന്നാണ് നോക്കേണ്ടത്. നമ്മൾ പരിപ്പിന്റെ കൂട്ടത്തിൽ മുരിങ്ങയില വെച്ച് കഴിഞ്ഞാൽ ഏത് പിള്ളേരാണെങ്കിലും കഴിച്ചു പോകും. കാരണം പരിപ്പ് പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ. അപ്പൊ ഇന്ന് നമുക്ക് കുറച്ച് മുരിങ്ങയിലയും പരിപ്പ് ഇട്ടിട്ട് കറി വെക്കാം. ആദ്യം നമുക്ക് മുരിങ്ങയില നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എന്നിട്ട് ഓരോരോ ഇലകളായിട്ട് അടർത്തിയിടാം. നമ്മൾ ഈ പരിപ്പ് കറി വെക്കുന്ന സമയത്ത് ഒരുപാട് മുരിങ്ങയില ഇട്ട് കഴിഞ്ഞാൽ പിള്ളേർ അതിൻ്റെ അകത്തുനിന്ന് എടുത്ത് കളയാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അത് മാത്രമല്ല, അത് കാണുന്ന സമയത്ത് കഴിക്കാനായിട്ട് അവർക്കൊരു മടി കാണും. അതുകൊണ്ട് ഒരുപാട് മുരിങ്ങയില ഇടാതിരിക്കാനായിട്ട് നോക്കണം. കാരണം നമ്മൾ എങ്ങനെയോ അവരെ കഴിപ്പിക്കാന്നാണല്ലോ നോക്കേണ്ടത്. പണ്ടൊക്കെ പ്രായമുള്ളവർ പറയുന്നത് കേൾക്കാൻ മേലെ മുരിങ്ങയില കഴിച്ചു കഴിഞ്ഞാൽ കണ്ണിന് നല്ലതാണ്. ഇപ്പോഴത്തെ പിള്ളേർക്കാണെങ്കിൽ സ്ക്രീൻ ടൈം വളരെ കൂടുതലാണ്. അതുകൊണ്ട് മിക്ക പിള്ളേരും സ്പെക്സ് വെക്കേണ്ടി വരും. ഇതാ ഇപ്പൊ പറഞ്ഞ് മുരിങ്ങയില എല്ലാം ഞാനിവിടെ അടർത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പരിപ്പൊന്ന് വേവിച്ചെടുക്കണം. ഇനി നമുക്ക് കുക്കറിലേക്ക് 1 കപ്പ് പരിപ്പിട്ട് കൊടുക്കാം. ഞാനിവിടെ തൂവരപ്പരിപ്പാണ് എടുത്തേക്കുന്നത്. ഇത് നമുക്ക് 2-3 വട്ടമെങ്കിലും നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അതിൻ്റെ വെള്ളം എല്ലാം കളഞ്ഞതിന് ശേഷം നമ്മൾ ഇതിലേക്ക് 3 പച്ചമുളക് ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ എരിവിനനുസരിച്ചുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കാമെന്നാണ്. ഞാനിവിടെ 3 പച്ചമുളക് നെടുവേ കീറിയതാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ പരിപ്പ് മുങ്ങിക്കിടക്കാനായിട്ട് ആവശ്യമുള്ള വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഇത് മൂടി വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇത് വേവുന്ന സമയം കൊണ്ട് ഇതിന് വേണ്ടിയിട്ടുള്ള തേങ്ങ അരച്ചെടുക്കാം. അതിനുവേണ്ടി ഒരു മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരവിയതും, ഒരു 3 ചുവന്നുള്ളിയും, ഒരു ചെറിയ കഷ്ണം വെളുത്തുള്ളിയും, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, ഒരു പിഞ്ച് അതായത് ഒരു നുള്ള് ജീരകവും, ചെറിയ ജീരകമാണേ. ഇനി അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. ഇപ്പം നമ്മളിതിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ വേണം നമ്മളിത് അരച്ചെടുക്കാനായിട്ട്. ഇപ്പം നമ്മുടെ പരിപ്പ് ഇവിടെ 4 വിസിൽ വന്നതിന് ശേഷം പ്രഷറൊക്കെ പോയിട്ട് തുറന്ന് നോക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ ഇതാ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങാ ചിരവി ഇതില്ലേ, അത് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത ശേഷം ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ പരിപ്പായതുകൊണ്ട് തന്നെ ഇത് ഇരിക്കും തോറും നന്നായിട്ട് കുറുകി വരും. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ അടർത്തി വെച്ചിരിക്കുന്ന ആ മുരിങ്ങയുടെ ഇലയില്ലേ, അതിങ്ങോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എന്ന് പറഞ്ഞാൽ ഒരുപാട് നേരം തിളപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുരിങ്ങയുടെ ഇലയുടെ ഗുണങ്ങളൊക്കെ പോകും. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അതുപോലെ തന്നെ പരിപ്പ് കറി ആയതുകൊണ്ട് തിളച്ച് കഴിയുമ്പോൾ ആ തേങ്ങയുടെ അരപ്പൊക്കെ അങ്ങ് പിരിഞ്ഞു പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ഇനി ഉപ്പ് പോരാൻ തോന്നുവാണെങ്കിൽ ഈ സമയം നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പം നമ്മുടെ മുരിങ്ങയിലയും പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട്. മുരിങ്ങയിലയൊക്കെ നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതിന് വേണ്ടിയിട്ടുള്ള കടുക് താളിച്ചെടുക്കാം. അതിനുവേണ്ടി ചൂടായ ചീനിച്ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും കുറച്ച് കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചു കൊടുക്കണം. കടുകെല്ലാം പൊട്ടി വന്ന ശേഷം 2-3 ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും, 3-4 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇത് നമുക്ക് നന്നായിട്ട് മൂത്ത് വരുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കറിയിലേക്ക് ഇതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പം ഇത്രയേ ഉള്ളൂ, നമ്മുടെ മുരിങ്ങയില പരിപ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ വളരെ ഹെൽത്തിയാണ്. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.